ഒട്ടും വൈകാതെ ഞാനും മരിക്കും, ഞാനില്ലാതെ അവളും ജീവിക്കണ്ട, അവളില്ലാതെ എനിക്കും ജീവിക്കണ്ട, ഇത്തരത്തിൽ പറഞ്ഞിട്ട് ഈ ചെക്കൻ ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ നാട്ടുകാരും ഈ ദൃശ്യങ്ങൾ കണ്ട ഉദ്യോഗസ്ഥരും അവിടുത്തെ യാത്രക്കാരൊക്കെ പോലീസിനെ വിവരറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണോ, ഈ ലാവണ്യയും ചേതൻ പൂജാരി ഇവർ രണ്ടുപേരും ബന്ധുക്കളാണ് എന്ന് മാത്രമല്ല, ഇവർ 4 വർഷം മുമ്പ് വരെ ഇവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കർണാടകയിലെ മംഗലാപുരത്തിനടുത്ത ബൽസ്വാൾ എന്ന സ്ഥലത്ത് 21 വയസ്സുകാരിയായ ലാവണ്യ ഗൌഡ എന്ന പെൺകുട്ടിയെ മുൻ കാമുകനായിരുന്ന ചേതൻ പൂജാരി എന്ന ബസ് സ്റ്റാൻഡിലിട്ട് വെട്ടിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിലെ ശരിക്കും ഒരു വിള്ളലാണ് കണക്കാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, തിരക്കുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പകല് ഒരാൾ വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്നറിയോ? വ്യാഴാഴ്ച, അതായത് ജൂലൈ 16-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. ഈ ലാവണ്യ എന്ന കുട്ടി ഒരു നഴ്സിംഗ് ഹോം സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. അവർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയം ബൻസോൾ എന്ന സ്ഥലത്തെ BC റോഡിലെ KSRTC ബസ് സ്റ്റാൻഡ്, KSRTC എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർണാടകയിലെ സർക്കാരിന്റെ കീഴിലുള്ള ഗതാഗത സംവിധാനത്തെ KSRTC എന്ന് തന്നെയാണ് പറയാം, കേരളത്തിലെ പോലെ തന്നെ. അങ്ങനെ ബൻസോളിലെ KSRTC സ്റ്റാൻഡിലേക്ക് പോയി ബസ്സിൽ കയറി ഇരുന്നിരുന്നു ലാവണ്യ. അങ്ങനെ ഇരുന്ന ലാവണ്യയെ വളരെയധികം സമയമായിട്ട് ആ ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുകയായിരുന്ന മുൻ കാമുകനായ ചേതൻ പൂജാരി ഈ ബസ്സിലേക്ക് ഇരച്ചു കയറുകയും ലാവണ്യയെ ഈ ബസ്സിൽ നിന്ന് വലിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുപോയി ഇവളെ കൊല്ലാനാണ് ശ്രമിച്ചത്. ഇവൻ കയ്യിൽ കരുതിയിരുന്ന ഒരു വാളെടുത്തിട്ട് ആദ്യം ഇവൾക്ക് നേരെ വീശി, ലാവണ്യക്ക് നേരെ വീശി. ലാവണ്യ ഒഴിഞ്ഞു മാറി 4 ദിക്കും, ബസ് സ്റ്റാൻഡിന്റെ 4 ദിക്കും ലാവണ്യ ഓടി. പിന്തുടർന്ന് ഇവൻ ഓടി. അങ്ങനെ ഏതോ ഒരു അവസരത്തിൽ ലാവണ്യ ഇവൻ പിടികൂടി വളരെ ക്രൂരമായിട്ട് പകല് ആ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വെട്ടി കൊലപ്പെടുത്തി. എന്തായാലും ഈ ലാവണ്യ എന്ന കുട്ടി കൊല്ലപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ആ കുട്ടിയെ ചുറ്റും ഓടിക്കണവൻ ഒന്ന് നോക്കിയേ. ആ കുട്ടി ജീവന് വേണ്ടിയിട്ടാണ് ഓടുന്നത്, കണ്ടോ? ആളുകളും കുറവാണ്. ആ കുട്ടിയെ വീഴ്ത്തി ഈ അവസരത്തിലാണ് അവൻ വെട്ടിക്കൊന്നത്. നിങ്ങൾ ആലോചിക്കുക, അതിന് മുന്നുള്ള ദൃശ്യങ്ങളാണ്. അദ്ദേഹം സ്റ്റാൻഡിൽ എത്തുന്നതും ഈ കുട്ടിയെ കാത്ത് പതുങ്ങിയിരിക്കുന്നതും. ആ സ്റ്റാൻഡിൽ ഏകദേശം 1.5 മണിക്കൂറോളം അവൻ കാത്തിരുന്നിട്ടുണ്ട്. സംഭവം നടന്ന ഉടനെ തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ലാവണ്യ കൊല്ലപ്പെട്ടു. അതിനുശേഷം എന്താ ചെയ്താലോ, ഇവൻ ഓടിപ്പോയി ആളുകളെ പിടിക്കുമില്ല, ആളുകൾ കയറുന്നുള്ള പേടിയുണ്ടായിരിക്കാം. ഇവൻ ഓടിപ്പോയിട്ട് എന്താ ചെയ്തേ, ഇവൻ ഒരു സ്ഥലത്ത് മറഞ്ഞിരുന്നിട്ട് ലാവണ്യയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ലാവണ്യയെ കൊന്നിട്ടുണ്ട്, ഒട്ടും വൈകാതെ ഞാനും മരിക്കും, ഞാനില്ലാതെ അവളും ജീവിക്കണ്ട, അവളില്ലാതെ എനിക്കും ജീവിക്കണ്ട, ഇത്തരത്തിൽ പറഞ്ഞിട്ട് ഈ ചെക്കൻ ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ നാട്ടുകാരും ഈ ദൃശ്യങ്ങൾ കണ്ട ഉദ്യോഗസ്ഥരും അവിടുത്തെ യാത്രക്കാരൊക്കെ പോലീസിനെ വിവരറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണോ, ഈ ലാവണ്യയും ചേതൻ പൂജാരി ഇവർ രണ്ടുപേരും ബന്ധുക്കളാണ് എന്ന് മാത്രമല്ല, ഇവർ 4 വർഷം മുമ്പ് വരെ ഇവർ രണ്ടുപേരും പ്രണയത്തിലായ ശേഷം ഏകദേശം 4 വർഷം മുമ്പ് ലാവണ്യക്ക് ഈ മരണപ്പെടുന്ന സമയത്ത് 21 വയസ്സാണ് പ്രായം. 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 17 വയസ്സുള്ള സമയത്ത് ലാവണ്യ ഈ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറി. ഭാവിയെ കുറിച്ചുള്ള സന്ദേഹം കൊണ്ടായിരിക്കാം. 17-ാം വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെ കടുത്ത തീരുമാനങ്ങളും പുതിയ ജീവിതത്തിന്റെ സ്വപ്നങ്ങളൊക്കെ കണ്ടിടുന്ന ഒരു പ്രായമാണല്ലോ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എന്തായാലും ഈ കുട്ടി 17-ാം വയസ്സ് മുതൽ, അതായത് 4 വർഷം മുമ്പ് ഈ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറിയത് ഈ ചെക്കനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് സഹിച്ചില്ല. ഇയാള് പിന്നാലെ നടന്ന് ശല്യം ചെയ്യലെന്നെ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ കുട്ടിയെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യണവൻ എന്തുകൊണ്ട് എന്നെ പിരിഞ്ഞു, നമുക്ക് വീണ്ടും ഒന്നിച്ചൂടെ, ഇത്ര ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് 4 വർഷമായിട്ട് ഈ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കണവൻ. അങ്ങനെ ഒരു നിലക്കും ഇവള് മടങ്ങി വരില്ല, താൻ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു എന്ന് തോന്നിയ നിമിഷത്തിലായിരിക്കണം ഈ ചെക്കൻ ഇവളെ ഇത്തരത്തിൽ ദാരുണമായിട്ട് കൊലപ്പെടുത്തിയത്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് ഈ ചേതൻ പൂജാരി എന്ന ചെക്കനെ പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെക്കൻ ലാവണ്യയുടെ വീട്ടിലേക്ക് വിളിച്ച സമയത്ത് പറഞ്ഞിരുന്നല്ലോ, ഞാൻ വിഷം കയറ്റി ആത്മഹത്യ ചെയ്യാൻ പോകണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പോലീസ് ഇയാളെ കൊണ്ടിട്ട് ആശുപത്രിയിലൊക്കെ പോയി വൈദ്യപരിശോധനയൊക്കെ നടത്തി. എന്തായാലും ചെക്കൻ ഇപ്പം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ പ്രണയിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഈ പ്രണയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉടമസ്ഥാവകാശമൊന്നുമല്ല. ഇവിടെ സംഭവിച്ചതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, മാനസികമായിട്ടുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്തരം ഒരു ബന്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ തുടരാൻ ഒരു പെൺകുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ
അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് പാകപ്പെട്ടിട്ട് നിന്ന ഇയാൾക്കില്ല. ഇത്തരം മനോഭാവം തന്നെയാണ് പലപ്പോഴും സമൂഹത്തിൽ പ്രതികൾ സൃഷ്ടിക്കുന്നത്. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, പൊതുവെ എല്ലാ വിഷയത്തിലും പ്രതികൾ ഉണ്ടാകുന്നത് ഇല്ല എന്ന് കേൾക്കാൻ തയ്യാറാവാത്ത, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പക്വതയില്ലാത്ത ആളുകളാണ് പിന്നീട് വലിയ വലിയ പ്രതികളായി മാറുന്നത്. ചേതന്റെ കാര്യത്തിന് ഇവിടെ സംഭവിച്ചത് തന്നെയാണ്. എനിക്ക് നിന്ന് താല്പര്യമില്ല, താൻ വല്ല പണി പോയി നോക്കണോ എന്ന് ഒരു പെൺകുട്ടി പറഞ്ഞാൽ പിന്നെ അവളെ പിന്നാലൊക്കെ നടക്കുക എന്ന് പറയുന്നത് ഒരു നാണം കെട്ട് ഏർപ്പെടാൻ നോക്കി. എന്തായാലും പോലീസ് ഇയാളെ പിടികൂടി. തുടർന്ന് സംഭവ സ്ഥലത്ത് പോലീസിന്റെ കണ്ട നിരീക്ഷണം, തെളിവെടുക്കൽ, അത്തരം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പൊതുസ്ഥലത്ത്, അതും KSRTC സ്റ്റാൻഡ് പോലത്തെ ഒരു സ്ഥലത്ത് ഇത്തരം ഒരു ഹീനകൃത്യം അരങ്ങേറി എന്ന് പറഞ്ഞാൽ അത് സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ച തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കേ, ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാനും ജോലിക്ക് പോകാനും സാധിക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര ഭയാനകമാണ്. ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നേരിടുന്ന സ്ത്രീകൾക്ക് നിയമ സംവിധാനങ്ങൾ ശക്തമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ലാവണ്യയുടെ മരണം ഇത്തരത്തിലൊരു സംഭവം ഒരു പെൺകുട്ടിക്കും ഇനിയും അനുഭവിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത് എന്ന് തന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ കേസിൽ നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുമെന്നും പ്രതിക്ക് അർഹമായ കനത്ത ശിക്ഷ ലഭിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെയാണെങ്കിലും നിയമം കൊണ്ട് മാറുന്നത് മാത്രമല്ല ഇത്തരം സാമൂഹിക ദുരന്തങ്ങൾ, നമ്മുടെ മനോഭാവങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇത്തരം സാമൂഹിക ദുരന്തങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ കാണുമെന്ന് വളരെ വിനീതമായി പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു.